യുദ്ധം നടക്കുന്ന സിറിയയിൽ നിന്നുള്ള ഭാരതീയ പൗരന്മാർ തിരിച്ചെത്തിയെന്ന സന്തോഷ വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത്. എംബസിയുടെ കൃത്യമായ ഇടപെടലാണ് ഇവരുടെ ജീവൻ രക്ഷിച്ചത്. ലെബനൻ വഴിയാണ് തിരിച്ചെത്തിയത്. സിറിയയിൽ നിന്ന് പൗരന്മാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. ആ വാക്കുകളിലേക്ക്. लगभग 6 महीने से थे सीरिया में, वहाँ तो नॉर्मल था पोजीशन. जब इस तरह का मामला हुआ जो आपस में विद्रोही और असद सरकार में जो लड़ाई हुआ, टकराव हुआ, उसके बाद हम लोगों की गवर्नमेंट एमबीसी से कांटेक्ट किया और एमबीसी ने हमसे बात किया और हम लोग के करीबी लोग जो हैं उन लोगों से भी बात की. जितने भी लोग हैं हम लोग के आजू बाजू में जो लोग उन लोगों से बात किया वो बोले कि आज का आज निकलना है. तो हम लोग रेडी हैं, पूरी तरीके से रेडी थे. हम लोग निकल गए. फिर फोन आया कि थोड़ा सा होल्ड करो क्योंकि अभी ये लोग जश्न मना रहा है, हो सकता है कहीं आप लोग को लग जाए कुछ, तो इसलिए फिर सेफ कर दिया अंदर. സിറിയയിൽ നിന്നും സുരക്ഷിതമായി തിരിച്ചെത്തിയ ഭാരതീയരുടെ പ്രതികരണമാണ് കണ്ടത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഒടുവിൽ ഭാരതം വാക്കുപാലിച്ചിരിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കൃത്യമായ ഇടപെടലുണ്ടായി. അവർ ഇതാ സുരക്ഷിതരായി ഭാരതത്തിലേക്ക് എത്തിയെന്ന സന്തോഷ വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത്, അല്ലേ? ദേവിക, യുദ്ധം നടക്കുന്ന സിറിയയിൽ നിന്നും മുഴുവൻ പൗരന്മാരെയും തിരിച്ചെത്തിച്ചുകൊണ്ട് മറ്റൊരു രക്ഷാ ദൗത്യം കൂടി അഭിമാനത്തോടു കൂടി പൂർത്തിയാക്കുകയാണ് ഭാരതം. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മാതൃരാജ്യം കൂടെയുണ്ട് എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ രക്ഷാ ദൗത്യവും ഭാരതം പൂർത്തിയാക്കുന്നത്. നേരത്തെ കൊറോണ മഹാമാരിയുടെ സമയത്താണെങ്കിലും യുക്രൈൻ റഷ്യ യുദ്ധവേളയിലാണെങ്കിലും മറ്റേത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സ്വന്തം പൗരന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ ഭാരതം പ്രത്യേകം ശ്രദ്ധിക്കുകയും അതിനായി പ്രത്യേകം രക്ഷാ ദൗത്യങ്ങൾക്ക് രൂപം നൽകാറുമുണ്ട്. ഇപ്പോൾ സിറിയയിൽ യുദ്ധം നടക്കുന്ന സിറിയയിൽ നിന്നും മുഴുവൻ ഭാരതീയരെയും സുരക്ഷിതമായി ഒഴിപ്പിച്ചിരിക്കുകയാണ്. അവർ വിവിധ സംഘങ്ങളായി ഭാരതത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. അല്പസമയങ്ങൾക്ക് മുൻപ് ഡൽഹി വിമാനത്താവളത്തിലെത്തിയവരുടെ പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത്. അവർ വ്യക്തമാക്കിയത് ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ എംബസി കൃത്യമായി ഇടപെടുന്നുണ്ട്. എംബസിയുടെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളാണ് തങ്ങളുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ളത്. കൃത്യമായി സുരക്ഷിതമായ താമസ സ്ഥലം, ഭക്ഷണം എന്നിവ എംബസി ഒരുക്കി. പിന്നീട് സുരക്ഷിതമായ സമയത്ത് റോഡ് മാർഗം ലെബനനിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് വിമാനത്തിൽ ഭാരതത്തിലേക്ക് തിരിച്ചെത്തിച്ചു എന്നുള്ളതാണ് ഈ ഡൽഹി വിമാനത്താവളത്തിലെത്തിയവരെല്ലാം തന്നെ വ്യക്തമാക്കിയത്. അതായത് വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഈ രക്ഷാദൗത്യം സിറിയയിൽ നിന്നുള്ള ഭാരതത്തിന്റെ പൗരന്മാരെ തിരിച്ചെത്തിക്കുന്ന ദൗത്യം ഭാരതം പൂർത്തിയാക്കുന്നത്. സിറിയയിൽ നിന്ന് ഇപ്പോൾ യുദ്ധം നടക്കുന്ന സിറിയ മേഖലയിൽ നിന്ന് മുഴുവൻ ഭാരതത്തിന്റെ പൗരന്മാരെയും സുരക്ഷിതമായി ഒഴിപ്പിച്ചു എന്ന കാര്യം വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. എംബസി വഴി 77 പേരാണ് തിരിച്ചു വരാൻ ആഗ്രഹം അറിയിച്ചത്. അതിൽ 44 പേർ ജമ്മു കശ്മീരിൽ നിന്ന് പോയ തീർത്ഥാടകരായിരുന്നു. ഇവരെല്ലാം റോഡ് മാർഗം സുരക്ഷിതമായി ആദ്യം ലെബനനിലേക്ക് എത്തിച്ചു. പിന്നീട് വിമാനത്തിന്റെ ലഭ്യത അനുസരിച്ച് വിവിധ സംഘങ്ങളായി തിരിച്ചുകൊണ്ട് ഭാരതത്തിലേക്ക് എത്തിക്കുകയാണ്. ലെബനൻ, സിറിയ എംബസികൾ സംയുക്തമായാണ് ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയതെന്നും മുഴുവൻ പൗരന്മാരെയും സുരക്ഷിതമായി തിരിച്ചെത്തിക്കും എന്നുള്ളതും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. മറ്റൊരു അഭിമാന നേട്ടം കൂടി ഭാരതം സ്വന്തമാക്കിയിരിക്കുകയാണ്. യുദ്ധം നടക്കുന്ന സിറിയയിൽ നിന്നുള്ള ഭാരതീയ പൗരന്മാർ തിരിച്ചെത്തി. എംബസിയുടെ കൃത്യമായ ഇടപെടൽ ജീവൻ രക്ഷിച്ചുവെന്നും ലെബനൻ വഴിയാണ് തിരിച്ചെത്തിയതെന്നും അവർ പറയുന്നുണ്ടായിരുന്നു. സിറിയയിൽ നിന്ന് പൗരന്മാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.